ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുട്ടപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ പുട്ടുപൊടി കിട്ടുമ്പോൾ എപ്പോഴും പുട്ട്, കടല, പുട്ട്, പഴം, പുട്ട്, പപ്പടം ഇങ്ങനെയല്ലേ ഉണ്ടാക്കാറുള്ളത്. അതൊന്നൊന്ന് ഒരു ചേഞ്ച് ആവട്ടെ ഈ ഒരു റെസിപ്പി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ അജ്മീൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അതേ അളവിന് 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നല്ല രീതിക്കൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വെക്കണം. അപ്പോഴത്തേക്കും ഈ പാലൊക്കെ ഈ പുട്ടുപൊടി നന്നായിട്ട് വലിച്ചെടുക്കും. അതിന് ശേഷം വേണം നമുക്കിതിനെ നമ്മൾക്ക് അപ്പം ഉണ്ടാക്കാനുള്ള ഒരു പരുവത്തിൽ ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊരു 5 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് പിന്നെ ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, നമ്മുടെ പാലൊക്കെ നന്നായിട്ട് പുട്ടുപൊടി വലിച്ചെടുത്തിട്ട് നമ്മളിതൊന്നും ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ പുട്ടിനൊക്കെ കുഴച്ച് വെച്ച ആ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ തേങ്ങ ചേർക്കാനൊന്നും പിശുക്കൊന്നും കാണിക്കേണ്ട, നന്നായിട്ട് തേങ്ങ ചേർത്തോളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം കുറേശ്ശെ പാലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിന് ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്ന മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അതിനനുസരിച്ച് പാലൊഴിച്ച് കൊടുക്കുക. പുട്ടുപൊടിയിൽ വ്യത്യാസം വരുമ്പോൾ പാലിൻ്റെ അളവിലും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ അജ്മീൻ്റെ പുട്ടുപൊടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു അളവ് മതിയാവും പാല്. ഇനി നമുക്ക് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് നേരത്തെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് വന്നപ്പോൾ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ആ മാവുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഏത് പാത്രമാണോ ആ പാത്രത്തിൻ്റെ ഷേപ്പിന് കേട്ടോ. ഭയങ്കര കട്ടിക്ക് ഒരുപാട് മാവ് ഇടേണ്ട, അത്യാവശ്യം ഒരു തവി 1.5 തവിയൊക്കെ ഇട്ടാൽ മതി. എന്നിട്ട് ഇതിന് മേൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെമ്മീൻ്റെ റോസ്റ്റാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ എരിവുള്ള ഫില്ലിങ്സാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള ഫില്ലിങ്സാണ് ഇതിന് അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നല്ല എരിവുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ മുട്ടയോ അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കരയും തേങ്ങയും വെച്ച് കൊടുത്താലും അടിപൊളിയാണ്. ഇനി ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാവ് മാത്രം ഒഴിച്ചൊന്ന് പരത്തിയിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ചിക്കൻ കറീൻ്റെയും മുളകിട്ട മീൻ കറീൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ അതിനൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മാവും കൂടെ മേലെ ഇട്ട് കൊടുത്തിട്ട് ആ ചെമ്മീൻ റോസ്റ്റിനൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കണം. 20 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് അപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു സ്പൂണോ കത്തി എന്തെങ്കിലും വെച്ചൊന്നിങ്ങനെ കുത്തി വെക്കുക. അപ്പോൾ നല്ല ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതൊന്ന് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് തണുക്കണം കേട്ടോ. ഇത് നല്ലോണം തണുത്തതിന് ശേഷം വേണം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി തണുക്കാനൊക്കെ വെക്കാൻ നേരമില്ല, ധൃതിയുള്ളവർ കുറച്ച് വെള്ളത്തിൽ അടിഭാഗത്ത് കുറച്ച് വെള്ളമുള്ള ഒരു പ്ലേറ്റിൽ ഇറക്കി വെച്ചിട്ട് തണുപ്പിച്ചെടുത്താലും മതിയേ. എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് എളുപ്പത്തിൽ രാവിലെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ടേസ്റ്റ് ഒന്നും പറയാനില്ല. ഞാൻ ഉണ്ടാക്കുമ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സോഫ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. നോക്കിയാൽ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 4 മണിക്ക് ചായക്കാണെങ്കിലും ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്